ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കുറെ ആൾക്കാർ ചോദിച്ചൊരു കുറച്ച് ഡൗട്ട്സ്, ആൻസൈറ്റീസ് ഒക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ക്വിക്ക് വീഡിയോ. എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞാല്, അവർക്ക് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ, കുറെ ഇന്റർവ്യൂസ് ഇപ്പൊ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ ഈ വർഷം കാറ്റഗറി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഒന്നോ രണ്ടോ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഇന്റർവ്യൂ മോശമായി എന്ന് നിങ്ങൾക്ക് തോന്നി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇനി ഭാവിയിലുള്ള ഇന്റർവ്യൂസ് കുളമാക്കുക എന്നുള്ള ഒരു സാധനം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സ്ഥിരം എല്ലാ കാൻഡിഡേറ്റ്സിനോടും, എനിക്ക് അറിയാവുന്ന എന്റെ ഗ്രൂപ്പിലുള്ള മെന്റീസിനോടും മൊത്തം ഞാൻ പറയുന്ന കാര്യമാണ്. ഇത് എക്സാമിന്റെ കാര്യത്തിലും നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ട്. കാറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം മോശമായെന്ന് വിചാരിച്ച് ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാറ്റ് പോലെയുള്ള അല്ലെങ്കിൽ സ്നാപ്പ് പോലെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാതെ, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത്, അല്ലെങ്കിൽ ഇനി ഒരു വർഷം നോക്കാന്ന് വിചാരിച്ച് കളഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സാധനം നിങ്ങൾ ഇന്റർവ്യൂവിൽ ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ ടെല്ലിങ് മീ, ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി, ഇന്റർവ്യൂ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന് അതേ കോളേജിന്റെ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ ട്രാൻസ്ക്രിപ്റ്റ്സ് വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ അടുത്ത് കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല, അവരുടെ അടുത്ത് വേറെ എന്തൊക്കെയോ ചോദിക്കുന്നു, എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ ട്രാൻസ്ക്രിപ്റ്റ്സ് എന്തിനാ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചിട്ട് IIM അഹമ്മദാബാദ് എന്ന് പറയുന്ന ഒരു കോളേജിലെ ഒരു വിദ്യാർത്ഥി, നിങ്ങളുടെ അതേ ബാക്ക്ഗ്രൗണ്ട് ഉള്ള BCom കഴിഞ്ഞ ഒരു വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് ചോദിച്ച അതേ ചോദ്യം തന്നെ നിങ്ങൾക്കും കിട്ടും, അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. വൈ? ബിക്കോസ് ഒരേ കോളേജിൽ തന്നെ ഇപ്പൊ ബാംഗ്ലൂർ സെന്റർ ഉണ്ടാവും, മുംബൈയിൽ സെന്റർ ഉണ്ടാവും, ഡൽഹിയിൽ സെന്റർ ഉണ്ടാവും. ഈ സെന്ററുകളിലൊക്കെ ഓരോ ദിവസവും ഇരിക്കുന്ന ഫാക്കൽറ്റീസ്, ആ ഫാക്കൽറ്റീസിന്റെ മിക്സ്, അതായത് ഫാക്കൽറ്റീസ് ആണല്ലോ അവിടെയുള്ള ഇന്റർവ്യൂ എടുക്കാനിരിക്കുന്നത്, അവരുടെ മിക്സ്. ചിലപ്പം ഒരു ദിവസം ഒരു HR ഫാക്കൽറ്റി, ഓപ്സ് ഫാക്കൽറ്റി ആയിരിക്കും ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ ചിലപ്പം അതൊരു മാർക്കറ്റിംഗ് ഫാക്കൽറ്റിയും ഫിനാൻസ് ഫാക്കൽറ്റിയും ഒരുമിച്ചിരുന്നിട്ടായിരിക്കും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. സോ ദി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ദേ മൈറ്റ് ബി ആസ്കിങ് യു ക്യാൻ ബി വെരി ഡിഫറെന്റ്. വൺ ഓഫ് മൈ മെന്റീസ് വാസ് ടെല്ലിങ് മീ, ഒരു 20 മിനിറ്റ് ഒക്കെ ആയിരുന്നു യൂഷ്വലി, IMIയുടെ ആണെന്ന് തോന്നുന്നു, 20 മിനിറ്റ് ഒക്കെയാണ് യൂഷ്വലി ഒരു ഇന്റർവ്യൂ നടക്കാറുള്ളത്. പക്ഷെ ഞാൻ പോയ സമയത്ത് they didn't even ask my name, they just asked me one question. അതിന്റെ ആൻസർ അറിയാമോ ഇല്ലയെന്ന് ചോദിച്ചു, അതിന്റെ അഭിപ്രായം പറയാൻ പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു, 5 മിനിറ്റ്സിൽ തീർന്നു. സോ he was surprised as to what is even happening. I mean, usually ട്രാൻസ്ക്രിപ്റ്റ്സ് വായിച്ചപ്പോൾ 20 മിനിറ്റ് they were asking a lot of questions, they didn't ask me this one. പക്ഷെ ഇതിലൊന്നും നിങ്ങൾ സർപ്രൈസ് ആവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ഈച്ച് ആൻഡ് എവറി ഇന്റർവ്യൂസ് വിൽ ബി ഡിഫറെന്റ്. നിങ്ങൾ ട്രാൻസ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ആകെ നിങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട സാധനം, ഞാൻ ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത എന്തെങ്കിലും ഒരു പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആ ട്രാൻസ്ക്രിപ്റ്റിൽ വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എങ്ങനെ, എന്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചാൽ ഞാൻ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ള ഒരു ലേണിംഗ് മാത്രമേ നിങ്ങൾക്ക് ശരിക്കും ട്രാൻസ്ക്രിപ്റ്റിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും ട്രാൻസ്ക്രിപ്റ്റ് ഷെയർ ചെയ്യിപ്പിക്കണോ എന്ന് വരെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചിട്ട് നിങ്ങൾ ഇതുപോലത്തെ സാധനം വരുമെന്ന് വിചാരിച്ച് പോയി കുളവാക്കോ എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ട്രാൻസ്ക്രിപ്റ്റ് ഹെൽപ്സ്. വൈ? ബിക്കോസ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് വി മൈറ്റ് നോട്ട് ഹാവ് പ്രിപ്പയർഡ്, അത് ട്രാൻസ്ക്രിപ്റ്റിൽ കാണുമ്പോഴത്തേക്കും വി ക്യാൻ പ്രിപ്പയർ. അതിന് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമായിട്ട് നിങ്ങൾ കാണുക. നൗ വെൻ ഇറ്റ് കംസ് ടു ഇന്റർവ്യൂ വളരെ മോശമായി എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഇനി ഫ്യൂച്ചറിലെ ഇന്റർവ്യൂസ് മോശമാവുമെന്ന് ഇല്ല. ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് എപ്പോഴും ഞാൻ പറയുന്ന 11 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതില് ഞാൻ സെലക്ട് ആയ IIM ഇൻഡോറിന്റെ ഇന്റർവ്യൂവില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്ട്രോങ് പോയിന്റ് എപ്പോഴും PORും എന്റെ എക്സ്ട്രാ കരിക്കുലറും ആണ്. ബട്ട് ദേ ഹാവ് നോട്ട് ആസ്ക് മീ എനിത്തിങ് അബൌട്ട് മൈ എക്സ്ട്രാ കരിക്കുലർ. ദേ ഹാവ് ജസ്റ്റ് എന്റെ മാർക്ക് ഷീറ്റ് എടുത്തിട്ട് ഓരോ സബ്ജക്റ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇറങ്ങുമ്പോൾ എന്താ വിചാരിക്കുക, ഓക്കെ ഇത് കയ്യിൽ നിന്ന് പോയി. കാരണം ഒന്ന്, എനിക്ക് വൃത്തിക്ക് അതിന്റെ ഒന്നും ആൻസർ പറയാൻ പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്ട്രോങ് പോയിന്റ് ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർസ് അവർ ചോദിച്ചില്ല, എനിക്ക് പറയാനുള്ള ഒരു അവസരം കിട്ടിയില്ല. പക്ഷെ ദാറ്റ്സ് വൈ വി ഓൾവേസ് സേ ടു പ്രിപ്പയർ ഇൻ ഓൾ ആംഗിൾസ്. ഐ മീൻ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എക്സ്ട്രാ കരിക്കുലർ ആയിരിക്കും, അക്കാഡമിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ വാട്ട് ഇഫ് ദേ ഡോണ്ട് ആസ്ക് എനിത്തിങ് അബൌട്ട് യുവർ വർക്ക് എക്സ്പീരിയൻസ് വിച്ച് ഈസ് യുവർ സ്ട്രോങ് പോയിന്റ്, ഓർ യുവർ എക്സ്ട്രാ കരിക്കുലർ വിച്ച് ഈസ് യുവർ സ്ട്രോങ് പോയിന്റ്. സോ ദാറ്റ്സ് വൈ വി ആർ ആസ്കിങ് യു ടു പ്രിപ്പയർ ഒരു വൈഡ് ആയിട്ട് നിങ്ങളുടെ അക്കാഡമിക്സ്, വർക്ക് എക്സ്പീരിയൻസ്, കറണ്ട് അഫയേഴ്സ്, പിന്നെ അങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർസ്, ഇൻട്രൊഡക്ഷൻ എല്ലാം പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. യു നെവർ നോ വാട്ട് ദേ ആർ ഗോണ ആസ്ക്. പക്ഷേ ഇഫ് ഇറ്റ്സ് എ സ്ട്രെസ് ഇന്റർവ്യൂ, believe me, trust me, you will feel very bad after the interview.
ബട്ട് അവര് ആ സ്ട്രെസ് ഇന്റർവ്യൂവിൽ നിന്ന് നോക്കുന്നത് നിങ്ങൾ ഉത്തരങ്ങൾ എത്ര വൃത്തിക്ക് പറഞ്ഞു എന്നുള്ളതിനേക്കാളും ഉപരി നിങ്ങൾ എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്തു, അല്ലെങ്കിൽ ആർ യു ഗുഡ് മാനേജർ, ക്യാൻ യു ഹാൻഡിൽ പ്രഷർ, ആർ യു ബ്രേക്കിംഗ് ഡൗൺ ഡ്യൂറിംഗ് പ്രഷർ, നിങ്ങൾ ബ്ലാക്ക് ഔട്ട് ആയി നിങ്ങൾ കുറച്ച് വെള്ളം തരോ സാർ എന്ന് ചോദിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല എന്നുള്ളതൊന്നും വെച്ചിട്ട് ഇത് വൈവേ അല്ല. ബേസിക്കലി ഇന്റർവ്യൂ എന്ന് പറയുന്നത് വൈവേ അല്ല. വൈവേയിൽ ഇറ്റ്സ് ബേസിക്കലി ദേ വിൽ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, ഇഫ് യു ആൻസർ ഇറ്റ് വിൽ ബി ലൈക്ക് ടിക്ക് ഇട്ടിട്ട് അവിടെ 10 മാർക്ക് അല്ലെ 5 മാർക്ക് എന്ന് ഇടുന്ന പരിപാടിയല്ല. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ദേ ആർ ഇന്ററാക്ടിങ് വിത്ത് യു ഫോർ ലൈക്ക് 15, 20 or 30 or 45 minutes ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് കോൺവെർസേഷൻ നിങ്ങളുടെ ഒരു ഓവറോൾ ആപ്റ്റിറ്റ്യൂഡ് പിന്നെ നിങ്ങളുടെ ഒരു ദി വേ യു ക്യാരി യുവർ സെൽഫ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതുവരെ കുറച്ച് ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വന്നില്ല എന്ന് വെച്ച് ഇനിയുള്ള ഇന്റർവ്യൂസിൽ ആ സാധനം റിഫ്ലക്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. ബട്ട് ഡു യുവർ പ്രിപ്പറേഷൻ. ഇന്റർവ്യൂസ് ലൈറ്റ് ആയിട്ട് എടുക്കണമെന്നല്ല ഈ പറയുന്നതിന്റെ ഉദ്ദേശം. ആൻഡ് ഓൾസോ കപ്പിൾ ഓഫ് പീപ്പിൾ ഹാവ് ആസ്ക്ഡ് മീ റിഗാർഡിംഗ് ദി ഡ്രസ് കോഡ് ഫോർ ദി ഇന്റർവ്യൂ. സോ ഐ ഷുഡ് ഹാവ് ടോക്ഡ് അബൌട്ട് ദിസ് ഏർലിയർ ബിക്കോസ് കുറെ ആൾക്കാരുടെ ഇന്റർവ്യൂസ് കഴിഞ്ഞു. ബട്ട് ഇഫ് ഐ ഹാഡ് ടു സജസ്റ്റ്, ഇഫ് യു ആർ ഹാവിംഗ് ദി മണി, ഐ മീൻ പൈസ ഉണ്ടെങ്കിൽ ഒരു ബ്ലേസറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിൽ ബി എ ഗുഡ് ഐഡിയ. ബിക്കോസ് ഈ ബ്ലേസറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ യു വിൽ ഹാവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് ലൈക്ക് ഒരു 8,000 to 10,000 rupees ഫോർ എ ഗുഡ് ബ്ലേസർ. അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ജസ്റ്റ് ഫോർ ഇന്റർവ്യൂസ്. ഇപ്പൊ നിങ്ങൾ MBAക്ക് എന്തായാലും ഈ വർഷം ജോയിൻ ചെയ്യും, വെറുതെ പോയി ഇന്റർവ്യൂ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് ടു ഇൻവെസ്റ്റ് ഇൻ വൺ. ബിക്കോസ് നിങ്ങൾക്ക് MBAയുടെ 2 years അത് കഴിഞ്ഞിട്ട് കോർപ്പറേറ്റിലും ഒക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു നല്ല ബ്ലേസറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ബ്ലേസർ വാങ്ങാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ് ദിസ് പോയിന്റ്, ഈ ബ്ലേസർ എന്ന് പറയുന്ന സാധനം ആൾക്കാർ വാങ്ങിയിട്ട് അങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത വീട്ടിലോ കസിൻസിന്റെ ആരുടെങ്കിലും ഒരു ബ്ലേസർ തൽക്കാലത്തേക്ക് ചോദിക്കാം. ഇനി ഇതും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർമൽ ഷർട്ട്, അതിപ്പം ഈവൻ വെൻ ഇറ്റ് കംസ് ടു ഗേൾസ് ഇറ്റ്സ് ലൈക്ക് ഒരു ഫോർമൽ ഷർട്ട് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ it's like perfectly good. I mean a light colored shirt ആണ് പൊതുവെ പ്രിഫർ ചെയ്യുന്നത് ആൻഡ് എ ഡാർക്ക് കളേർഡ് പാന്റ് ഓർ ട്രൗസർ. സോ അതായിരിക്കും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഇനി അതും അല്ലെങ്കിൽ ഗേൾസിന് വേണമെങ്കിൽ ഈവൻ ദേ ക്യാൻ ഗോ ഫോർ എ സാരി. ഐ മീൻ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ എത്നിക് എന്ന് പറയുന്ന ഒരു സംഭവത്തിലും പോകാൻ പറ്റും. പക്ഷെ ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളൊരു സാരി ഉടുത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ ഇന്റർവ്യൂ പാനലിൽ പുറത്തിരിക്കുന്ന എല്ലാവരും ബ്ലേസർ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് എഫക്ട് ചെയ്യരുത്. ഇഫ് യു ആർ സെൽഫ് കോൺഫിഡന്റ്, അതായത് ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും എന്നെ എഫക്ട് ചെയ്യില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ ഡോണ്ട് ടേക്ക് എ റിസ്ക്. മേ ബി യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. I mean a blazer, if not a shirt, a formal shirt. And boys, if you don't have a blazer, a light colored shirt with a tie, dark colored tie and the trouser will work perfect. So that's regarding the dress code as well. So രണ്ട് കാര്യങ്ങളാണ് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒന്ന് ഡ്രസ് കോഡും, രണ്ട് മോസ്റ്റ്ലി ഇപ്പൊ നിങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഇന്റർവ്യൂ സാധനം. പക്ഷെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ലൈറ്റ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, അതായത് ഓരോ ആൾക്കാരും ഈ പറയുന്ന പോലെ ഈ കാറ്റിന്റെയും എക്സാംസിന്റെയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദേ ആർ സ്റ്റാർട്ടിങ് വിത്ത് എ ഡ്രീം. ആൻഡ് ആ ഡ്രീമിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇനി ആ ഡ്രീം നിങ്ങൾ കൺവേർട്ട് ചെയ്യണം, കല മുടക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. സോ വർക്ക് ഹാർഡ് ആൻഡ് ക്രാക്ക് ദി ബെസ്റ്റ് പോസിബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. We'll meet offline soon once the entire process is over. Thank you so much for watching. Bye bye.